അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, 2026 നടക്കാൻ പോകുന്ന സമസ്ത പൊതുപരീക്ഷയിൽ 7ാം തരത്തിലെ താരീഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ശരിക്ക് ശരി അടയാളപ്പെടുത്താം. അതിൽ 7 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആൻസർ കൂഫ. 2 ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 15. 3 മൻപുറം തങ്ങൾ വഫാത്തായത് മുഹറം 7-നാണ്. 4 ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 3-ൽ. 5 നബിയോട് രൂപസാദൃശ്യമുള്ളവർ ഹുസൈൻ റളിയല്ലാഹു അൻഹു. 6 ഖാദി മുഹമ്മദ് എന്നവരുടെ ഖബർ കുറ്റിച്ചിറ. 7 ഇസ്ലാമിനെ 3ാമതായി പ്രവേശിച്ചു സഅദ് റളിയല്ലാഹു അൻഹു. ഇനി സെക്ഷൻ 2 യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിപ്പിക്കാനാണ് പറയുന്നത്. അതിൽ 7 ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ധർമ്മടം. 2 ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹു. 3 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4 മഖ്ദൂമുൻ നംഡാമൻ രചിച്ച ഗ്രന്ഥം അഹ്കാമുൻ നിക്കാഹി. 5 മദ്ഹബുകൾ തങ്ങളുടെ തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞവർ പുത്തനാശയക്കാർ. 6 അവർ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞവർ അശറത്തുൽ മുബശ്ശറ. 7 സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ അംർ ബിൻ ജർമൂസ്. സെക്ഷൻ 3 രചയിതാക്കളുടെ പേരെഴുതാം. ആരാണ് രചിച്ചതെന്ന് പറയുന്നത്. മുഹീദ്ദീൻ മാല രചിച്ചത് ഖാദി മുഹമ്മദ്. സല്ലലിലാഹു ബൈത്ത് വെളിയങ്കോട് ഉമർ ഖാദി. സിഹാഹു ഷൈഖൈനി അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി. ഫതഹുൽ മഈൻ സൈനുദ്ദീൻ മഖ്ദൂമൻ 2-മൻ. കിതാബുൽ അസ്കിയ സൈനുദ്ദീൻ മഖ്ദൂം 1-മൻ. സെക്ഷൻ 4 പൂർത്തിയാക്കുക. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. 2 ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 4-ാം വർഷം. 3 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ജന്നത്തുൽ ബഖീ. 4 മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ AR നഗർ. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് ഉഹദ് യുദ്ധത്തിൽ. 6 തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത് 200 ഊക്കിയ സ്വർണം. 7 ഫതഹുൽ മഈൻ ഇയാനത്തു താലിബീൻ എന്ന ഷർഹ് എഴുതിയത് സയ്യിദ് അബൂബക്കറുൽ ബക്രി. സെക്ഷൻ 5 ഉത്തരം എഴുതാം. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഹിബ്ബുഹു. ആരാണ് ഈ കുട്ടി? ആൻസർ ഹസൻ റളിയല്ലാഹു അൻഹു. 2 മുശ്രിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയത് അബൂ ഉബൈദ. 3 മരണപ്പെടുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം 64. 4 റിഹലത്തുൽ മുലൂക്ക് രചിച്ചത് ഇമാം സുഹ്റവർദി. 5 ഭരണതലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയത് ഖലീഫ അലി റളിയല്ലാഹു അൻഹു. സെക്ഷൻ 6 വ്യക്തമാക്കാം. അമീനു ആദിഹിൽ ഉമ്മ. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 ബാലവി കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാം പേരമകനായ അലവി ഇബ്നു അബ്ദുല്ലാഹിൻ്റെ കുടുംബ പരമ്പരയാണ്. 3 കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല സ്ഥിതി ചെയ്യുന്നത്. 4 ഹശറത്തുൽ മുബശ്ശറയിലെ ആദ്യത്തെ 4 ആളുകളുടെ പേരുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇനി സെക്ഷൻ 7 പട്ടിക പൂർത്തിയാക്കാം. ഷംസുൽ ഉലമ എന്ന പേര്. പിതാവിൻ്റെ പേര് കോയക്കുട്ടി മുസ്ലിയാർ. ഖബർ സ്ഥിതി ചെയ്യുന്നത് പുതിയങ്ങാടി. അബ്ദുൽ ബാരി മുസ്ലിയാർ. പിതാവിൻ്റെ പേര് ഷെയ്ഖ് അഹ്മദ്. ഖബർ സ്ഥിതി ചെയ്യുന്നത് വാളക്കുളം. മൗലാന മുഹമ്മദ് ഖുത്ബി മുസ്ലിയാർ. പിതാവിൻ്റെ പേര് അഹ്മദ്. ഖബർ സ്ഥിതി ചെയ്യുന്നത് ചൊക്ലി എന്ന സ്ഥലത്താണ്. ഇത്രയും കാര്യങ്ങളാണ് 7ാം തരത്തിലെ താരീഖിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ഒരുങ്ങി നിൽക്കുകയും ചെയ്യുക. പാഠഭാഗങ്ങൾ വ്യക്തമായി വായിക്കുക. പരീക്ഷയിലും മറ്റും ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.